അത് ശരി, ഇതാണല്ലേ എന്റെ റൂംമേറ്റ്. അതെ. അല്ല, ഈ പർദ്ദക്കകത്ത് ഇങ്ങനെ നടക്കുന്നത് വലിയ ചൂടല്ലേ? എന്താ മാഡത്തിന്റെ പേര്? കെ മൈഥിലി ദേവി. കോളേജിൽ അറിയപ്പെട്ടിരുന്നത് മൈഥിലി വർമ്മ എന്നായിരുന്നു. എന്തായിരുന്നു പുറത്തൊരു ബഹളം? വലിയ ഉച്ചയൊക്കെ കേട്ടു. എന്ത് പറയാനാ, എന്റെ ഭർത്താവ് ഒരുത്തനുണ്ട്. മുഴുവട്ടനാ. വട്ടനോ? വട്ടും ബ്രാൻഡിയും കൂടെ കൂടിയാ എങ്ങനെ ഇരിക്കും? വട്ട് കൂടാതെ അവൻ 24 hours തണ്ണിയും കൂടിയും. നാട്ടുകാരവനെ വിളിക്കുന്നതേ വളവളപ്പം പാമ്പെന്ന്. വളവളപ്പൻ പാമ്പോ? ആ, ഒരുതരം വൃത്തിയിട്ട പാമ്പ്. അവനിങ്ങനെ ഏത് നേരവും എഴഞ്ഞു നടക്കുന്നുണ്ടേ നാട്ടുകാരവനെ വളവളപ്പം പാമ്പെന്നാ വിളിക്കുന്നത്. ഇവൻ ഏത് നേരവും എനിക്ക് ശല്യ. പേടിച്ച് ഞാൻ ഹോസ്റ്റലിൽ വന്ന് ഒളിച്ച് താമസിക്കുക. ഡിവേഴ്സ് ചെയ്തൂടെ? അതിനവനെ കിട്ടിയിട്ട് വേണ്ടേ? പുണ്യപുരാതനമായ കട്ടക്കയത്ത് കോവിലകത്തെ തമ്പുരാട്ടിയാ ഞാൻ. 2 കോടി രൂപയും 5 ലൈൻ ബസും സ്ത്രീധനമായിട്ട് കൊടുത്തിട്ടാ എന്നെ എന്റെ അച്ഛൻ ഇവന് കല്യാണം കഴിച്ചു കൊടുത്തത്. എല്ലാം ഇവൻ കുടിച്ച് നശിപ്പിച്ചു. ഇപ്പോഴും കാശിന് വേണ്ടി എന്റെ പുറകെ നടക്കുക. മാഡത്തിന് കോവിലത്തേക്ക് തിരിച്ചു പോക്കൂടെ? എന്റെ ജീവിതം തകർന്ന സങ്കടത്തില് അച്ഛൻ രാംഗോപാൽ വർമ്മ കോവിലകത്തിന്റെ ഉത്തരത്തില് കെട്ടിത്തൂങ്ങി ചത്തു. അമ്മ കിണറ്റിൽ ചാടി മരിച്ചു. ഭർത്താവിന്റെ പേരെന്താ? വിജയേഷ്. വിഷമിക്കാതെ. അതിരിക്കട്ടെ, നിങ്ങക്ക് കുട്ടികളില്ലേ? ഇവളെ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. പോടാ കുട്ടിച്ച, എന്തൊക്കെ സംശയങ്ങളാണ് നിനക്ക് അറിയേണ്ടത്? എനിക്ക് നാണം വരുന്നുണ്ട് കേട്ടോ. എന്താ കുട്ടിച്ച? പോടാ അവിടുന്ന്. വേണ്ട കേട്ടോ. അയ്യോ അയ്യോ, വെള്ളത്തിൽ വീണ് ചത്ത പ്രേതം. പേടിക്കണ്ട മാഡം, ഞാൻ പ്രേതമല്ല. പ്രേതമല്ലേ? പിന്നെ എന്നെ മനസ്സിലായില്ലേ? ഇല്ല. കുട്ടിച്ച, നീ കട്ട് ചെയ്തു, പിന്നെ വിളിക്കും. പറ, ആരാ നിങ്ങള്? ഞാൻ കേരള പോലീസിലൊരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയൊന്നുമല്ല, പക്ഷെ പോലീസുകാരിയാ. പറയ, വള്ളി പുള്ളി തെറ്റാ നിങ്ങൾ ആരാന്ന് പറയും. അത് ഞാൻ നിങ്ങളല്ലേ എന്റെ കൂടെ താമസിച്ചിരുന്നത്? അല്ലേന്ന്? അതെ അതെ. പർദ്ദ മാറ്റിയതുകൊണ്ടാ മനസ്സിലാവാതിരുന്നേ. ഓ, അങ്ങനെ. അല്ല, എന്റെ കൂടെ താമസിച്ചിരുന്ന പെൺകുട്ടികളുടെ കണ്ണുകൾ ഇതുപോലെ അല്ലല്ലോ, ഒരു വ്യത്യാസം പോലെ. അത് 10-18 വയസ്സായ കുട്ടിയുടേതായിട്ടാ എനിക്ക് തോന്നിയത്. എനിക്ക് പരിചയമുള്ളൊരു കുട്ടിയാണോന്ന് ഞാൻ സംശയിച്ചു. അതാ ഈ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞതുകൊണ്ടാ അങ്ങനെ തോന്നാൻ കാരണം. ഇരുന്നോ?
അപ്പോ അപ്പുറത്തെ മുറിയിൽ താമസിക്കുന്നത് ഉമ്മയുടെ ഉമ്മച്ചിയാണോ? അതെ, എന്റെ ഉമ്മച്ചിയാ. ഞാൻ മുംതാസ്, അത് നജ്മ. ആ, അപ്പൊ അത് നജിമ, ഇത് മുന്താസ്. ഇത് മുന്താസ്, അത് നജിമ. അതെ അതെ. എനിക്കിങ്ങനെ ചില കുഴപ്പങ്ങളുണ്ട്. എല്ലാം വിശദമായിട്ട് ചോദിച്ചറിയണം. ആ, അതുകൊണ്ട് ഞാൻ കിളിപോയ പോലീസുകാരി എന്ന് അറിയപ്പെടുന്നത്. ആ, മുന്താസിന്റെ ഉമ്മച്ചി താമസിക്കുന്നതേ ആ വെടക്കിന്റെ റൂമിലാ, ആ മൈഥിലിയുടെ. അവര് വഴക്കുകാരിയല്ലേ? ഓടിച്ചിട്ട് അടി കൊടുക്കേണ്ട സൈസാ. ശരിക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു പാത്രം സാമ്പാർ എടുത്ത് അവളുടെ തലയിൽ കൂടി ഞാൻ ഒഴിക്കുകയും ചെയ്തു. ഇവക്കൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ അവൾ എവിടെ ഒളിപ്പിച്ചിരിക്കുക? അതെ, നമ്മുടെ ACP കാർത്തിക് സാറില്ലേ, സാറിന്റെ കുഞ്ഞാ. എന്നെ ഇവളുടെ പ്രൊട്ടക്ഷൻ ആക്കിയതേ ACP സഹീറ മേഡവാ. സഹീറ മേഡവും കാർത്തിക് സാറും കീരിയും പാമ്പും പോലെയാ, പെത്ത ശത്രുക്കളാ. ഈ മൈഥിലിയുടെ കുഞ്ഞ് കാർത്തിക് സാറിന്റെ കയ്യിലേക്ക് പോവരുത്, അതാണ് സഹീറ മേഡത്തിന്റെ ഉദ്ദേശം. പക്ഷേ കാർത്തിക് സാറിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. ഞാൻ എങ്ങനെയും സാറിന്റെ കുഞ്ഞിനെ കണ്ടെത്തി കൊടുക്കും. എനിക്കിവരൊന്നും അറിയില്ല. എന്നാലും ഒരു കുഞ്ഞിന്റെ കാര്യമല്ലേ, അതുകൊണ്ട് ചോദിക്കുക. ആ കുഞ്ഞിനെ പറ്റി എന്തെങ്കിലും സൂചന ലഭിച്ചോ? ഇല്ല, ഇതുവരെ ഇല്ല. ആ മൈഥിലിയെ അവളെ കൊന്നാലും അവളത് പറയില്ല. ഒരു മിനിറ്റ്. കുഞ്ഞിനെ ഇവളെവിടെ കൊടുത്തിരിക്കുകയാണെന്ന് എങ്ങനൊന്നറിയും? എന്താ? ഞാൻ വെള്ളം എടുക്കാൻ വന്നതാ. ഹലോ, ആരാണ്? ഞാൻ ജയിക്കോ മാഡം? ജയിക്കോയോ? എന്താ ഈ പാതിരാത്രിയിൽ? കുഞ്ഞിന് നല്ല പനിയാണ്. കുഞ്ഞിന് പനിയോ? അതെ, എന്ത് ചെയ്യണമെന്ന് അറിയാനാ ഞാൻ വിളിച്ചത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ? ആ, എന്തെങ്കിലും ചെയ്.
പനി കൂടുന്നതല്ലാതെ കുറയുന്നില്ലല്ലോ ലീലാമ്മേ. അതെ ഇച്ചായ, എന്ത് മരുന്നാ കൊടുക്കേണ്ടെന്ന് ഒരു പിടിയില്ലല്ലോ. കൊച്ചു കുഞ്ഞല്ലേ, അങ്ങനെ നമുക്ക് തോന്നുന്ന ഇംഗ്ലീഷ് ഗുളികളൊന്നും കൊടുക്കാൻ പാടില്ല. നമുക്ക് കുഞ്ഞുങ്ങളില്ലാത്തോണ്ട് ദൈവമായിട്ട് തന്ന ഇതിനെ കൈ കിട്ടിയപ്പോ തന്നെ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ച് ഇത്തരം അറിവുകളൊക്കെ നേടേണ്ടതായിരുന്നു. നമുക്ക് ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോയാലോ? ഈ രാത്രിയിലോ? എവിടെ കൊണ്ടുപോകും? കൊണ്ടുപോയാൽ തന്നെ അവിടെ കുട്ടികളുടെ ഡോക്ടർ ഉണ്ടാവുമെന്ന് എന്താ ഉറപ്പ്? എന്തായാലും കുറച്ചുകൂടെ നമുക്ക് നോക്കാം. എന്തെങ്കിലും ചോദിക്കാന്ന് വെച്ചാ ഇതിനെ പ്രസവിച്ചോളാണെ കാണാനുമില്ല. കുട്ടികളില്ലാത്തവരാണെ കരഞ്ഞു കിടക്കുന്നു. കുട്ടികളുള്ള ചിലർക്ക് അതിനെ വേണ്ട. എന്തൊരു ലോകം! ഹലോ, ഞാനിവിടെ മതിലിന്റെ പുറത്ത് നിൽക്കുക. ഇപ്പൊ വരാവേ. ശരി. എന്താ എന്താ കൈമളേട്ട എന്താണെന്ന്? അയ്യോ എന്റെ ദൈവമേ! കൈമളേട്ട, വെള്ളം കുടിക്കേ. എന്താ പ്രയാസം ഒന്ന് പറയേ കൈമളേട്ട. ഒന്നുമില്ല. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാ. ഞാൻ ജഗദീഷിനെ കാർത്തികിനെ വിളിക്കാം. വേണ്ട, ഞാനൊരു സ്വപ്നം കണ്ടതാ. കാർത്തിക, എന്താ മോനെ? അമ്മേ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. മീനാക്ഷിയും ദേവമ്മയ്ക്ക് ഞാൻ മനസ്സിൽ. അതിനിടയ്ക്ക് ഭയങ്കര തലവേദനയും. അയ്യോ, ബാം എന്തെങ്കിലും ഉണ്ടോ അമ്മേ? തലവേദനയുടെ ഗുളിക മതിയോ? ഗുളികയൊന്നും വേണ്ടമ്മേ. ബാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നാൽ മതി. ഉണ്ട്, തരാം. പുരട്ടിക്ക്. ശരി അമ്മേ.
ഹലോ, ഞാനിവിടെ മതിലിന്റെ പുറത്ത് നിൽക്കുക. അവിടുന്ന് വെയിറ്റ് ചെയ്, ഞാൻ ദേ വരുന്നു. ശരി. ദൈവമേ, ഇവനത് പോയിരുന്നെങ്കിൽ. മോനെ, അച്ഛനോ? എന്താ അച്ഛാ, അച്ഛൻ ഇത് ഉറങ്ങിയില്ലേ? അച്ഛൻ ഇതുവരെ ഉറങ്ങിയില്ലേ? അച്ഛൻ എന്തോ ദുസ്വപ്നം കണ്ട് എഴുന്നേറ്റതാ മോനെ. ദുസ്വപ്നോ? ഉറക്കം വരുന്നില്ല മോനെ. ഈ വീട്ടിൽ എന്തോ അപശകനം വരാൻ പോകുന്നു എന്നൊരു തോന്നൽ. പെട്ടല്ലോ ദൈവമേ. എന്തൊക്കെയോ ആപത്തുകൾ വരാൻ പോകുന്നെന്ന് എനിക്കും തോന്നാ മോനെ. ഇങ്ങനെ ഇരുന്നാലോ അച്ഛാ? മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ, പോയിന്ന് ഉറങ്ങാൻ ശ്രമിക്കേ. എഴുന്നേറ്റ് വാ കൈമളേട്ടാ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഒന്ന് പോയി കിടക്ക്. രാജലക്ഷ്മി പോയി കിടന്നോ, ഞാൻ അല്പം കഴിഞ്ഞ് കിടന്നോളാം. നീയും പോയി കിടക്ക്. നീ പോയി കിടന്നു. ആ ശരി അച്ഛാ. അമ്മേ, എന്താ ഇത്ര താമസിച്ചത്? വീട്ടുകാരുടെ കണ്ണ് വെട്ടിച്ചൊന്ന് പുറത്ത് കിടക്കണ്ടേ? വാളവിടെ ദാ